ആത്മാവേ ആത്മാവേ റുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ റുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശോത്തൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും റുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ ആരിലും ശക്തമാ ആരിലും ശ്രേഷ്ഠമാ ആരിലും ശക്തമാ ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്ന് ഏൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കർത്താവ് തരുന്ന തിരുവചന സന്ദേശം തോബിത്ത് തോബിയാസിന് കൊടുത്ത നിർദ്ദേശങ്ങളിൽ തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനം കർത്താവ് സന്ദേശമായി നമുക്ക് നൽകുകയാണ്. നമ്മുടെ എല്ലാ ആകുലതകളും ഉത്കണ്ഠകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഈ തോബിത്ത് മകൻ തോബിയാസിന് കൊടുക്കുന്ന ആ നിർദ്ദേശം പാലിച്ച് ജീവിച്ചു നോക്കിയേൻ ഒത്തിരിയേറെ നന്മ നമുക്ക് കൈവരും എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഈ തിരുവചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുപറയുന്നു. മകനെ നമ്മൾ ദരിദ്രനായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, തോബിത്ത് മകൻ തോബിയാസിനോട് പറയുകയാണ്, മകനെ നിനക്ക് ഒന്നിനെ പറ്റി നീ ആകുലപ്പെടണ്ട, ആദ്യമൊന്നും വേണ്ട. നിനക്ക് 3 കാര്യങ്ങളാണ് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഒന്ന്, നിനക്കൊരു ദൈവഭക്തി, നീ ഒരു ദൈവഭക്തനായിരിക്കണം, മുഴുവൻ സമയം ഒരു ദൈവഭക്തനായിരിക്കുക. 2, നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. 3, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എപ്പോഴും പ്രവർത്തിക്കണം. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് ഭാവിയിൽ വലിയ നന്മ കൈവരുമെന്ന് തോബിയാസിനെ ഉപദേശിക്കുകയാണ്. ഈ വചനം തന്നെയാണ്, അല്ലെങ്കിൽ ഇതിന് സമാനമായ തിരുവചനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. പൗലോസ്ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനം. അവിടെ പൗലോസ്ലിഹ നമ്മോട് പറയുന്നത് തന്നെയാണ്. നമുക്കെല്ലാവർക്കും ആകുലതകളുള്ളവരാണ്. നമ്മോട് പറയുകയാണ്, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് എന്ന് പറയുകയാണ്. ആ വചനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റുപറയുന്നു.
ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. വലുതിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഇരുപത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ കണ്ടോ, പൗലോസ്ലീഹ പറയുകയാണ്, ഒന്നിനെ പറ്റി ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ചിന്തകളെ ധാരണകളെ കാത്തുകൊള്ളും എന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുക. ഇങ്ങനെ വലിയ ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും നമ്മിൽ വന്ന് നിറയണമെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കണ്ടീഷനുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. അതാണ് മറ്റൊരു സന്ദേശമായിട്ട് കർത്താവ് നമുക്ക് തരിക. അത് മറ്റൊന്നല്ല, പരിപൂർണമായിട്ട് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. നമ്മോട് തെറ്റ് ചെയ്തവരോടെല്ലാം നമ്മൾ പരിപൂർണമായിട്ട് ക്ഷമിക്കാനും നമ്മെ ദ്രോഹിച്ചവരോടൊക്കെ മാപ്പ് ചോദിക്കാനുള്ളൊരു എളിമയും നമുക്കുണ്ടായിരിക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റുപറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരിക. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമെന്നാണ് പൗലോസ്ലീഹ നമ്മോട് ആഹ്വാനം നൽകുക. പരിപൂർണമായിട്ട് ക്ഷമിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ നീരസോ പിണക്കുണ്ടെങ്കിൽ പരിപൂർണമായിട്ട് ക്ഷമിക്കുവിൻ. അപ്പോൾ കർത്താവ് നമ്മുടെ തെറ്റുകളും ക്ഷമിക്കും എന്ന് മാത്രമല്ല, നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നോ അത് ദൈവം സാധിച്ചു തരും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഏറ്റുപറയാൻ പോകുന്ന മറ്റൊരു വചനഭാഗം കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12 മുതലുള്ള തിരുവചനം ഏറ്റുപറഞ്ഞ് നമ്മൾ സ്തുതിക്കാൻ പോകുകയാണ്. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അതിനാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ഇരു കരങ്ങളെത്തി സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തെ നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിപൂർണമായി ക്ഷമിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഭക്തിയോടെ സ്തുതിക്കുക, ദൈവഭയത്തോടെ സ്തുതിക്കുക. ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തി ആദരങ്ങളോടെ സമർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നിനെ പറ്റി ആകുലപ്പെടേണ്ട. അപേക്ഷകളോടെ, യാചനകളോടെ, മധ്യസ്ഥ പ്രാർത്ഥനകളോടെ, ഉപകാര സ്മരണകളോടെ നമ്മുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമാധാനം നിറയട്ടെ. ഒന്നിനെ പറ്റി ആകുലത വേണ്ട, ആദി വേണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ.
കരങ്ങളടിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. കരങ്ങളെടുത്ത് സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയായ എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. പോരാ പോരാ പോരാ, ഭാഷകളോട് ഭാഷാത്തിൽ സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലൽപ്പം അറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗത്തിലെ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടണേ, തിരത്തത്ത കഴുകണമേ. സകല ശുദ്രം, മന്ത്രവാദ, ആഭിചാരം, ഗൂഢോത്രം, ദുഷ്ടദോഷം, പൈശാചി, അക്രമം, പീഡന ബാധകള് ഞങ്ങളുടെ കുടുംബത്തിനും കൂട്ടായ്മയും ദൂരേറ്റണമേ. പാപകരമായ സകലതും, അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയാ, രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമരിയുടെ ശക്തിയുടെ മധ്യസ്ഥാനം, മികാ റബ്ബായ ഗബ്രിയേൽ മാലാഖമാരുടെ ശക്തമായ സാന്ത്വനത്താലും സംരക്ഷണത്താലും ഞങ്ങളുടെ ശരീരത്തിലെ, മനസ്സിലെ, ആത്മാവിലെ, കുടുംബത്തിലെ, വ്യക്തിജീവിതത്തിലെ സംഭവിച്ചിരിക്കുന്ന എല്ലാ തിന്മകളും വെള്ളത്തിലൂടെ, വായുവിലൂടെ, വസ്ത്രത്തിലൂടെ, ഭക്ഷണത്തിലൂടെ കടന്നു വന്ന മാനസികമോ, ശാരീരിക, ആത്മീയമായിട്ടുള്ള, മാനുഷികമോ, പ്രാപഞ്ചികമോ, പൈശാചികമായിട്ടുള്ള സകല ബന്ധനങ്ങളും മത്തായി 4:10, ലൂക്കാ 4:18, മർക്കോസ് 16:5, ഒന്നിയോഹന്നാൻ 3:8 പിശാചിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവപുത്ര മന്ത്രി വചനശക്തിയ സകലവിധ പ്രകൃതിക്ഷമ, ഇടിമില, ഇടിവെട്ട, നാശനഷ്ടങ്ങള്, ഉറപ്പ്, ഉദ്ദേശം, വാശി, വൈരാഗ്യം, തർക്കങ്ങൾ, കലഹങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികള്, ജഡികാസക്തി, ദ്രവ്യാസക്തി, കോപാസക്തി, ഭക്ഷണാസക്തി, സ്വയംഭോഗം, സ്വർഗഭോഗം, തെറ്റായ ബന്ധങ്ങള്, സ്നേഹങ്ങള്, വ്യഭിചാര, ദുർഭൂതങ്ങള്, അഹങ്കാര, അസൂയ, അലസ, മോഹം, കോപം, കൊതി, വിവാഹതടസ്സം, ജോലി തടസ്സം, വിൽപ്പന തടസ്സം, യാത്ര തടസ്സം, പഠന തടസ്സം, കോടതി കേസ്, സാമ്പത്തിക ബുദ്ധിമുട്ട്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്, ആന്തരേന്ദ്രിയം, ബാഹ്യേന്ദ്രിയം, ചെറുതും വലുതുമായ രോഗപീഠകള്, അമിതമായ ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടാവാടി സഭയിലെ വൈകാരിക രോഗപീഠകള്, ആന്തരിക മുറിവുകള്, വിശ്വാസ കുറവിന്റെ ദുരാത്മാവ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ, സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ, വചനം വായിക്കാൻ, ജപപാചല്ലാത്ത തടസ്സങ്ങള്, രോഗശാന്തിയുടെ തടസ്സങ്ങള്, സന്ദേശങ്ങൾ കിട്ടാനുള്ള തടസ്സങ്ങൾ, വരദാനങ്ങൾ കിട്ടാനുള്ള തടസ്സങ്ങള്, വന്യജീവികളുടെ, ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങള്, അതിന്റെ പിന്നിൽ പതിക്കുന്ന പൈശാചിക, അരൂപി, അന്ധകാര ശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. ഈശോയുടെ കുരിശിൻചൂടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ, കൂട്ടായ്മയിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പ്രവേശിച്ചു വന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. 3 പ്രാവശ്യം യേശുവേ എന്ന് ഒരിക്കൽ കൂടി ഒന്ന് വിളിച്ചേ. യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ ഇഷ്ടം മാത്രം നിറവേറ്റാൻ തീരുമാനം എടുത്തുകൊണ്ട് സ്തുതിക്കുക. ഹല്ലേലൂയ. നീ പാപത്തിൽ ഒഴിഞ്ഞു നിൽക്കാൻ തീരുമാനത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വലിയ നന്മ കൈവരട്ടെ. രോഗികളായ മക്കൾ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. ബന്ധുക്കൾക്ക് മോചനം, അന്തർക്ക് കാഴ്ച, അടിച്ചപ്പങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കട്ടെ. ശബഹാല ബാല 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 ബാല. എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി എല്ലാവരും സ്തുതിക്കുക. കുടുംബം ഒരു ദേവാലയമായി തീരട്ടെ. പോരാ ശബ്ദത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പീറ്റർ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പീറ്ററിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോൺസൺ എന്നൊരു പേര് തരുന്നു. ജോൺസൺ ആ മകനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ശക്തമായി പ്രാർത്ഥിക്കാനും കർത്താവ് സന്ദേശം തരുന്നു. വെള്ളപ്പാണ്ട് രോഗം ഈശോ വ്യക്തമായിട്ട് കാണിക്കുന്നു. ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മക്കൾ ശക്തമായി രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എയർപോർട്ടിൽ ജോലി ചെയ്യുന്നൊരു മകൻ്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. കാലിൽ ശക്തമായ ചൊറിച്ചിൽ മൂലം പല മരുന്നുകളും ഓയിൽമെൻറ്റുകളും മാറി മാറി ഉപയോഗിക്കുന്ന ഒരു സഹോദരന് കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 2 വൃക്കകളും തകരാറിലായ ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയം സ്പർശിക്കുന്നുണ്ട്. വായ്പുണ്ണ് മൂലം വേദനിക്കുന്ന 16 പേർക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. യൂറിനറി ബ്ലാഡർ ഇറങ്ങി വരുന്നൊരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അവണിശ്ശേരി എന്നൊരു സ്ഥലപ്പേര് തരുന്നു. അവണിശ്ശേരി ആ സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. ഷുഗർ കാരണം കാൽമുട്ടിന് താഴെ മുറിച്ച് കളയണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയുടെ 5 വർഷമായ കോടതി കേസിൽ കർത്താവ് ശക്തമായി ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. മീൻ വിൽപ്പന നടത്തി ഉപജീവനമാർഗം നയിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മുടങ്ങാതെ വചനം വായിക്കാൻ കർത്താവ് സന്ദേശം നൽകുന്നു. ചില ഭവനങ്ങളിൽ നിന്നും പല്ലിശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. സുനിൽ എന്നൊരു പേര് തരുന്നു. സുനിൽ എന്ന മകനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുന്നു. റോസ്മേരി എന്ന മകളുടെ അതിശക്തമായ തലവേദന കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. കൈയും കാലും വേർക്കുന്ന അവസ്ഥയുള്ള ഒരു പെൺകുട്ടിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഭക്ഷണത്തിൻ്റെ രുചി അറിയാൻ സാധിക്കാത്ത പ്രത്യേക അവസ്ഥയുള്ള ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചിപ്പി എന്ന് വിളിക്കപ്പെടുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഉത്തിരീയം അല്ലെങ്കിൽ വെന്തിങ്ങിയ നിർബന്ധമായും കഴുത്തിൽ ധരിക്കാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് സന്ദേശം നൽകുകയാണ്. മലയോര ഭാഗത്ത് താമസിക്കുന്ന ഓറഞ്ച് പെയിൻ്റ് അടിച്ച മതിലും വീടുമുള്ള ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. റോഡ് സൈഡിലുള്ളൊരു വീടാണ്. 2 ചെറിയ പെൺകുട്ടികളുള്ള വീടാണെന്ന് ഈശോ അടയാളമായി നൽകുന്നു. സഹോദരിമാരായ 2 ഇരട്ടക്കുട്ടികളുടെ ഭയം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ജോസൂട്ടി ഇങ്ങനെ വിളിക്കപ്പെടുന്ന ഒരു മകൻ്റെ കൃഷിസ്ഥലത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വാഴത്തോട്ടമാണ് ഈശോ കാണിക്കുക. കൈവിരലിൽ നഖം കുത്തി പറക്കുന്ന വേദനയുള്ള ഒരാളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നോർമൽ ഡെലിവറി നൽകി 5ലധികം മക്കളെ കർത്താവ് ഈ ശുശ്രൂഷ വഴി അനുഗ്രഹിക്കുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ മലബന്ധമുള്ള ഒരു പെൺകുട്ടിയെ കർത്താവ് ഈ സമയം സുഖപ്പെടുത്തുന്നു. കഴുത്തിൽ ഉത്തിരിയം ധരിക്കാൻ കർത്താവ് സന്ദേശം നൽകുന്നു. വൈദികനാകാൻ ദൈവവിളിയുള്ള എന്നാൽ വൈദികനാവണോ വേണ്ടയോ എന്നിങ്ങനെ കൺഫ്യൂഷനിലായിരിക്കുന്ന ഒരു വ്യക്തി, ഒരു മകനോട് നീ നിന്നെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. 12 വർഷത്തോളമായുള്ളൊരു സ്ഥലത്തിൻ്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. 6 കുട്ടികളുള്ള ഒരു ഭവനത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് കർത്താവ് കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാര്യ ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ്റെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നു. ചെവിയിൽ പഞ്ഞി വെച്ച് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ചെവി പൊട്ടിയൊലിക്കുന്ന അവസ്ഥ മാറ്റി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വൈദികരെ വിമർശിക്കുന്ന കുറേ മക്കളെ കാണിക്കുന്നു. സന്യസ്തരെ, വൈദികരെ, സഭയെ വിമർശിക്കുന്ന സ്വഭാവം മാറ്റാനും വൈദികരോട് വെറുപ്പുള്ള ഒരു മക്കളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനും കർത്താവ് സന്ദേശം നൽകുന്നു. ഒരു തരത്തിലും സന്തോഷം അനുഭവിക്കാനാവാതെ വലിയ ദുഃഖത്തിലായിരിക്കുന്ന മക്കളോട് തകർച്ചകൾ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. സമാധാനമില്ലാത്ത പല കുടുംബങ്ങളിലേക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ ശക്തമായ ഒഴുക്ക് അനുഭവപ്പെടുന്ന അടിശ കാണിക്കുന്നു. ഒരു കമ്പനിയിലെ സെയിൽസ് മാനേജരായി ജോലി ചെയ്തിരുന്ന എന്നാൽ ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ട ആ വ്യക്തിയുടെ, ആ മകൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു.
കണ്ണിലെ ഇടയ്ക്കിടയ്ക്ക് പാട് കിട്ടുന്ന അവസ്ഥയുള്ള ഒരു സഹോദരന് കണ്ണ് സംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. കണ്ണിലെ ആ രോഗം എടുത്തു മാറ്റി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കൊടുത്തു തീർക്കാനാവാത്ത വിധം അത്രമാത്രം കടബാധ്യതയുള്ള ചില മക്കളെ കർത്താവ് ഇന്നത്തെ ശുശ്രൂഷ കാണിക്കുന്നു. കടബാധ്യതയുള്ള മക്കളോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. തലച്ചോറിൽ അണുബാധയുള്ള ഒരു സഹോദരനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. 36ഓളം പേരുടെ വിദേശയാത്രാ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഷിയാ റിയ 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 ഷിയാ റിയ 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 റിയ. യേശുവേ നന്ദി 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 നന്ദി. വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബിജു. ഞാൻ കോഴിക്കോട് ജില്ലയിലെ മരുതോങ്കര ഇടവക്കാരനാണ്. ഞാൻ ഈ അൽറുവ ധ്യാന സെൻറ്ററിലേക്ക് വന്നിട്ട് ഇന്നേക്ക് 13 മാസത്തോളമായി. 2022 ഓഗസ്റ്റ് 6-നാണ് ഞാൻ ഈ ധ്യാന സെൻറ്ററിൽ ആദ്യമായിട്ട് ധ്യാനം കൂടാൻ വേണ്ടി ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ എന്താ പറയുക 35 വർഷത്തോളമായി തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. ആർക്കും ശല്യമില്ലാത്ത എന്നാൽ എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായൊരു മദ്യപാനിയായിരുന്നു ഞാൻ. മദ്യത്തിന് വേണ്ടി എന്തും സഹിച്ച്, മദ്യം കിട്ടാത്ത സാഹചര്യങ്ങൾ എന്ത് സഹിച്ച് മദ്യം സംഘടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ സംഘടിപ്പിച്ച് കഴിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ യാദൃശ്യമായിട്ടാണ് അതൊരു കള്ളുഷാപ്പിൽ വെച്ച് തന്നെയാണ് ഞാൻ ഈ ധ്യാന സെൻറ്ററിനെ പറ്റി അറിയുന്നത്, ഒരു കൂട്ടുകാരൻ വഴി. അങ്ങനെ ഞാൻ വീട്ടുകാരെ ഒന്ന് സമാധാനിപ്പിക്കാനും 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും കൂടി തുടങ്ങാമെന്നുള്ളൊരു ധാരണയിൽ ഞാൻ ഈ ധ്യാന സെൻറ്ററിൽ 2022 ഓഗസ്റ്റ് 6-ന് ഇവിടെ വന്ന് ധ്യാനത്തിന് പങ്കെടുത്തപ്പോൾ ആദ്യത്തെ കൗൺസിലിങ്ങിൽ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കയ്യിൽ നിന്ന് ഒരു കാലണ പോലും ഇല്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ സാമ്പത്തിക പ്രയാസത്തെ പറ്റിയൊക്കെ ബ്രദറിനോട് ഷെയർ ചെയ്തപ്പോൾ ബ്രദർ പറഞ്ഞു, നിൻ്റെ മദ്യപാനം നീ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കാതെ നിൻ്റെ സാമ്പത്തിക മേഖല ഒരിക്കലും അഭിവൃദ്ധിപ്പെടുകയില്ല എന്നതിനോട് ബ്രദർ പറഞ്ഞു. അങ്ങനെ ധ്യാനമൊക്കെ കൂടി ഞാൻ ഇവിടുന്ന് വെഞ്ചരിച്ച അച്ഛനും ഇവിടുന്ന് പിന്നെ ക്ലാസ്സിൽ പറഞ്ഞു, ഈ മദ്യപാനത്തിനും വയറിൻ്റെ അസുഖത്തിനൊക്കെ വെഞ്ചരിച്ച തേന് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഇവിടുന്ന് തന്നെ വെഞ്ചരിച്ച തേന് ഇവിടുന്ന് തന്നെ കഴിക്കാൻ തുടങ്ങി, അന്നം വെള്ളവും കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി അപ്പോൾ എനിക്ക് മദ്യപാനം നിർത്തിയേക്കാൻ ഇനി പൂർണ്ണമായും നിർത്തിയേക്കാന്നൊരു തോന്നലൊക്കെ വന്നു. അപ്പോൾ ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. അപ്പോൾ ആ ഒരു മേഖലയിലായതുകൊണ്ട് ശക്തമായ ഒരു പരീക്ഷണം എൻ്റെ മേൽ പിന്നെയും തുടങ്ങി. അങ്ങനെ ആ പരീക്ഷണത്തെ അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ബാറിലൊക്കെ കൂട്ടുകാർ കൂട്ടിക്കൊണ്ടുപോയി. അപ്പം ഞാൻ അതിജീവിക്കാൻ വേണ്ടി ഇവിടുത്തെ വെഞ്ചരിച്ച തേന് ഇവിടുന്ന് ഞാൻ വാങ്ങിക്കൊണ്ട് പോയി. പിന്നെ യാദൃശ്യമായിട്ട് എനിക്ക് അവിടുന്ന് ഇവിടെ ധ്യാനത്തിന് അവിടുന്ന് എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുവരാനുള്ള ഒരു കൃപ ലഭിച്ചു. അപ്പോൾ അത് അവരെ കൊണ്ടുവന്ന് വിടുകയും തിരിച്ചു കൂട്ടാനൊക്കെ പോകുമ്പോൾ തേൻ മേടിച്ച് വണ്ടിക്കകത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പരീക്ഷണഘട്ടം ഇന്നെന്തായാലും ഓട്ടം പോകുമ്പോൾ കുടിക്കേണ്ട സ്റ്റേജ് നമുക്കറിയാം. ഓട്ടം വിളിക്കുമ്പോൾ തന്നെ ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ഇന്ന ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ അത് കഴിഞ്ഞ് കുടിയും പരിപാടി ഉണ്ടാകുമെന്നറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ തേനെ ആശ്രയിച്ചു. സർവ്വശക്തനായ പിതാവ് ഈ തേന് നല്ല രീതിയിൽ കഴിച്ചു. അങ്ങനെ പിന്നെ അങ്ങനത്തെ ബാറിലൊക്കെ കയറ്റി തന്നെ കുടിക്കാമെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ അവരും കുടിക്കാതെ പാർസലൊക്കെ വാങ്ങി തിരിച്ചിറങ്ങി വരുന്ന പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ വണ്ടിയിൽ തേന് വെക്കാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് കുടിച്ചു പോക്ക് നിർത്തി. വണ്ടിയിൽ നിന്ന് പരീക്ഷണം കൂടിക്കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ നിന്നൊക്കെ തേന് എടുത്ത് ഇവർ കാണാതെ എടുത്ത് കഴിക്കും. അങ്ങനെ ഞാൻ ഈ പരീക്ഷണങ്ങൾ അതിവെച്ച് ജനുവരി മാസമായി. ജനുവരിയിൽ വീണ്ടും ഇവിടെ ധ്യാനത്തിന് പങ്കെടുക്കാൻ വേണ്ടി ഞാനിവിടെ എത്തിപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് ആ ജനുവരിയിലെ ധ്യാനത്തിന് വരാൻ വേണ്ടി ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ശക്തമായ നടുവേദനയുടെ ശല്യം, മദ്യപാനം കൂടെ നിർത്തി കഴിഞ്ഞപ്പോൾ നടുവേദന എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു ഡിസ്കിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അത് ബെൽറ്റൊക്കെ ഇടേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ എക്സ്റേ പിന്നെ ഡൈനിങ് ഹാളിൻ്റെ മേശപ്പുറത്ത് തലേദിവസം ധ്യാനത്തിന് ഇപ്പം ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നത്, ശനിയാഴ്ചയാണ് പോയി എക്സ്റേ എടുക്കുന്നത്. ഡൈനിങ് ഹാളിൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടാണ് ഞാനതിങ്ങ് പോകുന്നത്. തമ്പുരാന് മുന്നിലിരിക്കട്ടെ എന്ന് എന്തൊരു ഹൃദയത്തിൻ്റെ രൂപത്തിന് മുന്നിലിരിക്കട്ടെ എന്ന് എന്തൊരു തോന്നൽ വന്നു. അതങ്ങനെ അവിടെ വെച്ച് ഇവിടെ വന്ന് ഇവിടെ നിന്ന് ധ്യാനം കൂടി രണ്ടാമത്തെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛനെ ഒരു ടോക്കിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു, ശക്തമായ നടുവേദനയ്ക്ക് എക്സ്റേ എടുത്തൊരു വ്യക്തിയെ കാണുന്നു. ആ നടുവേദനയ്ക്ക് യേശു സൗഖ്യം കൊടുത്തതായിട്ട് കാണിക്കുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനല്ലായിരിക്കും, വേറെ ആരെങ്കിലും ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഞാനത് അന്നേരം ഒന്നും പ്രതികരിച്ചില്ല. പക്ഷേ അവസാന നിമിഷം ആ ശക്തമായ എക്സ്റേയുടെ ഒരു സാക്ഷിയൊന്നും ആരും ഇവിടെ കയറി പറയാത്തപ്പോൾ അത് ഞാൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അന്നേരം എനിക്കത് പറയാൻ പറ്റിയില്ല. അച്ഛനോട് ഞാൻ പ്രത്യേകിച്ചെന്ന് പറയുകയും അച്ഛനോട് ആ വ്യക്തി ഞാനാണെന്ന് അച്ഛനോട് പറയുകയും ചെയ്തു. അങ്ങനെ ഈ രണ്ടാമത്തെ ധ്യാനം ജനുവരി 29 ഇവിടെ കൂടി. ആ ധ്യാനം കൂടി നല്ല രീതിയിൽ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടി. ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് അതിൽ കൂടി എനിക്ക് കിട്ടിയ കൃപ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യപാനം നിർത്താൻ മാത്രമല്ല, എൻ്റെ നാട്ടിൽ പ്രാർത്ഥന കൂട്ടായ്മയുണ്ട് മരുതോങ്കര. എല്ലാ തിങ്കളാഴ്ച, ഞായറാഴ്ച എല്ലാവരും കൂടെ ഉള്ളത്, തിങ്കളാഴ്ച ആണുങ്ങൾ മാത്രമുള്ള ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ മുടങ്ങാതെ പങ്കെടുക്കാനുള്ള കൃപ എനിക്ക് ദൈവം തന്നു. അങ്ങനെ ഈ മദ്യപാനം എന്ന മഹാമാരിയിൽ നിന്ന് എന്നെ സത്യം പറഞ്ഞാൽ ഞാൻ മദ്യപാനത്തിൽ കൂടെ തന്നെ മരിച്ചുകൊണ്ടാണ്. എന്തായാലും ഞാനിപ്പോൾ ഇന്നേക്ക് 13 മാസം പൂർത്തിയാകുന്നു. ഈ 13 മാസമായിട്ട് ഒരു തുള്ളി മദ്യം എന്താ പറയുക, നമ്മൾ ഈ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ കള്ളൊഴിച്ച് അങ്ങനത്തെ ഒരു അപ്പം പോലും ഇതുവരെ കള്ളൊഴിച്ചൊരു അപ്പം പോലും കഴിക്കാതെ ഈ 13 മാസം ഞാനിപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു. എന്നെ ഇത്രമേൽ അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. സ്നേഹമുള്ളവരെ, വലിയൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ബിജു എന്ന സഹോദരൻ്റെ സാക്ഷ്യം നമ്മളിപ്പോൾ ഏറ്റുപറഞ്ഞ വചനത്തിൻ്റെ അഭിഷേകമുള്ളൊരു സാക്ഷ്യമാണ്. വലിയ തകർച്ചയിലൂടെ, പ്രത്യേകിച്ച് സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നുപോയ ആ സഹോദരൻ ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ കൗൺസിലിങ്ങിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധ്യം കൊടുക്കുകയാണ്, നീ നിൻ്റെ ഈ മദ്യപാനവും നിൻ്റെ ദൈവത്തിന് നിരക്കാത്ത ചില പ്രവൃത്തികൾ ഉപേക്ഷിക്കാതെ നിനക്കൊരിക്കലും ഒരു നന്മ വരില്ല. അതല്ലേ ഇന്ന് തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിയാസിനോട് പറഞ്ഞത്, നിനക്കൊന്നിനെപ്പറ്റി ആകുലത വേണ്ട, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടുത്തെ സന്നിധിയിൽ അവിടത്തേക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്താൽ മതി, നിനക്ക് വലിയ നന്മ വരും. ഈ കൗൺസിലിങ്ങിലൂടെയും അന്നത്തെ ധ്യാനത്തിലൂടെ കിട്ടിയ ബോധ്യങ്ങളനുസരിച്ച് ബിജു തൻ്റെ ജീവിതത്തെ ഈ വചനത്തിന് അടിസ്ഥാനമായി ക്രമീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ നന്മ ദൈവം കൊടുക്കുകയാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി ഈ വചനത്തിൻ്റെ അഭിഷേകം നമുക്കും ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമായി ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ.